നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വീര്യം കൂടുന്ന സമരം. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജ് സമരം 23-ാം ദിവസമെത്തവേ പ്രശ്നം കൂടുതൽ സങ്കീർണതകളിലേക്ക്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ MLA നിരാഹാരത്തിന്. BJP ഉപവാസം V മുരളീധരനിൽ നിന്ന് ഏറ്റെടുത്ത് സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്. ഇന്ന് ABVP വിദ്യാഭ്യാസ ബന്ദ്. ലോ അക്കാദമി വിഷയത്തിൽ സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തല. പ്രശ്നത്തിൽ SFI സ്വീകരിച്ചത് മാനേജ്മെന്റിനെ സഹായിക്കുന്ന നിലപാടെന്നും പ്രതിപക്ഷ നേതാവ്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിൽ ഉറച്ച് പ്രക്ഷോഭം തുടരുന്നത് SFI ഒഴികെയുള്ള സംഘടനകൾ. വളർച്ചയിലേക്ക് വഴി തുറന്നു. സാമ്പത്തിക പരിഷ്കരണത്തിലൂന്നിയുള്ള മോദി സർക്കാരിന്റെ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്ത് വാണിജ്യ മേഖല. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് മാന്ദ്യത്തിലേക്ക് നീങ്ങിയ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകെട്ടാൻ ജെയ്റ്റ്ലിയുടെ പ്രഖ്യാപനങ്ങൾക്കാകുമെന്ന് വിലയിരുത്തൽ. റിയൽ എസ്റ്റേറ്റ് രംഗവും പ്രതീക്ഷയിൽ. വ്യക്തിഗത ആദായ നികുതി 5% കുറച്ചത് ഇടത്തരക്കാരുടെ വരുമാന പരിധി ഉയർത്തും. ചെലവ് കുറഞ്ഞ ബഡ്ജറ്റ് ഭവനങ്ങൾക്കുള്ള മാനദണ്ഡത്തിൽ ഇളവ് ഏർപ്പെടുത്തിയതും ഗുണകരം. 2022 എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്ന ബഡ്ജറ്റിൽ ഭവന നിർമ്മാണ രംഗവും കുതിച്ചുചാട്ടത്തിലേക്ക്. ജെയ്റ്റ്ലിയുടേത് ആഭ്യന്തര വ്യവസായങ്ങളെയും വിദേശ നിക്ഷേപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന പോസിറ്റീവ് ബഡ്ജറ്റ് എന്ന് ബിസിനസ് ലോകം. രാജ്യത്തെ ഭൂരിഭാഗം കമ്പനികളും 50 കോടിയിൽ താഴെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാണെന്നിരിക്കെ കോർപ്പറേറ്റ് നികുതിയിൽ 5% ഇളവ് അനുവദിച്ചതും സ്വാഗതാർഹം. വീഴ്ച ചൂണ്ടിക്കാട്ടി VS. സംസ്ഥാനത്തെ വിജിലൻസ് പ്രവർത്തനത്തിൽ അതൃപ്തി അറിയിച്ച് വീണ്ടും VS. അഴിമതി കേസുകളിൽ അന്വേഷണം ഇഴയുന്നു. FIR രജിസ്റ്റർ ചെയ്യുന്നതല്ലാതെ വിവിധ കേസുകളിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും VS അച്യുതാനന്ദൻ. വിമർശനം പാറ്റൂർ ടൈറ്റാനിയം ബാർ കേസുകളിലെ അന്വേഷണ വീഴ്ച ചൂണ്ടിക്കാട്ടി. ഉന്നത സ്വാധീനം ഉപയോഗിച്ച് വ്യക്തികൾ അന്വേഷണം അട്ടിമറിക്കുന്നതായി സംശയം. അഴിമതി കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ. സൈനികൻ അറസ്റ്റിൽ. സാമൂഹ്യ മാധ്യമം വഴി അതിർത്തിയിലെ സൈനികരുടെ ദുരിതം വെളിപ്പെടുത്തിയ BSF ജവാൻ അറസ്റ്റിലായെന്ന ആരോപണവുമായി ഭാര്യ. സൈന്യത്തിൽ നിന്ന് സ്വയം വിരമിക്കാൻ നൽകിയ അപേക്ഷ അധികൃതർ നിരസിച്ചുവെന്നും പരാതി. സൈനിക നടപടി പുറത്തറിഞ്ഞത് മറ്റൊരാളുടെ ഫോണിൽ നിന്ന് ബഹാദൂർ വിളിച്ചറിയിച്ചതിന് ശേഷമെന്ന് ഷർമിള യാദവ്. ഫേസ്ബുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജവാന് കടുത്ത മാനസിക പീഡനവും ഭീഷണിയും നേരിടേണ്ടി വന്നെന്നും ഭാര്യ. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് BSF. തേജ് ബഹാദൂറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുകയാണ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ തേജ് ബഹാദൂറിനെതിരെ നടപടിയുണ്ടാകുമെന്നും വിശദീകരണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.